യാതൊരു കോസ്റ്റും ഇല്ല, അതല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസിൽ ജർമ്മനിയിൽ നിന്നൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അക്വയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയും? ജർമ്മനിയിൽ കറൻ്റ്ലി പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും വിദ്യാഭ്യാസം ഫ്രീ ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു നോമിനൽ ഫീൽ അത് അക്സസിബിൾ ആണ്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ. 500 euros 1000 euros എന്നൊക്കെ പറയുന്ന ഒരു ഫീസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ആ ഒരു ചെറിയ ഫീസിൽ നമുക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അപ്പം നല്ല മാർക്സ് ഇല്ലാതെ നല്ല യൂണിവേഴ്സിറ്റികളിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടുകയില്ല. അപ്പോൾ ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ സാധിച്ചാൽ യാതൊരു കോസ്റ്റും ഇല്ല, അതല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസിൽ ജർമ്മനിയിൽ നിന്നൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അക്വയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കറന്റ്ലി സ്റ്റുഡൻസിന് വലിയ രീതിയിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന്റെ റീസൺ ഈ കോസ്റ്റ് ഇല്ല, നല്ല ക്വാളിറ്റിയാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നുള്ള കോൺസെപ്റ്റ് അല്ല? തീർച്ചയായിട്ടും. അപ്പൊ ഈ നല്ല മാർക്ക് വേണമെന്ന് പറയുന്നത് നമ്മുടെ എൻട്രൻസിലാണോ അത് നമ്മൾ ഇവിടുത്തെ അക്കാഡമിക്സിൽ? അക്കാഡമിക്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ. ഇപ്പം നല്ലൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 70% ബിലോ മാർക്സ് ഉള്ള ഒരു സ്റ്റുഡന്റ് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചാൻസസ് ആർ വെരി ലെസ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ നല്ല മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്.